ഞണ്ട് ഞണ്ട്. ഈ വെയില് കൊണ്ട് താൻ 2 ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊറേ എനിക്കോടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ. എടാ വാറുണ്ണി, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇതെന്താ പാവാടാ? ഒറ്റ അലക്കണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു. 4 ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കന്മാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ വേറെ തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ എത്രയോ നേരെ കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കൂടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിന് എന്തോ ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുതലാളി വന്നിരിക്കുന്നത്, അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാകുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്. അതാ എന്റെ ലൈ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ, എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ? ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ. ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്. ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ? എന്റെ രപ്പി വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ? താൻ കാര്യം ചെയ്യും. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ 5-10 കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ 5-10 കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങളിത് ആദ്യം പറയേണ്ടതായേ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാര്. ചെല്ലി ചെല്ലി. അതെ, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ആദ്യമായിട്ട് ആളുകൾ ബഹളമുള്ള കയറി കാണുന്നത്. അതിനൊന്നും പറയാനോ? ഞങ്ങൾ കണ്ടതാ. എന്തുകൊണ്ട് ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. അകത്ത് പോണേ. അകത്ത് പോടാ, ഓടിപ്പോടാ. സാമ്രാജ്യത്തിൽ എന്താണ് അവശബ്ദം? നമ്മുടെ ഭടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണം.
ഞാനോ ഈ കുരങ്ങനോ ഈ കുരങ്ങനോ ഒരു മാറിക്കണ പന്നി പന്നിട്ട പുല്ലേ അയ്യേ ഇങ്ങോട്ട് എഴുന്നേക്കണ തെറ്റിപ്പോയി വീടങ്ങു നിന്റെ പേരെന്തു നിന്റെ പ്ലാനെന്തു നിന്റെ കുട്ടിക്കൊരങ്ങ വീടങ്ങു നിന്റെ പേരെന്തു നിന്റെ പ്ലാനെന്തു നിന്റെ കുട്ടിക്കൊരങ്ങ അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം മറന്നുപോലെ ചുമ്മാവിടല്ലേ ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ചുമ്മാവിടല്ലേ ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ അരുതരുതു കൊല്ലരുതു ദൂതനെ രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ അരുതരുതു കൊല്ലരുത് ദൂതനെ രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ വിഭീഷണ തിരുവായിക്കെതിരുവായില്ല. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തഴിയട്ടെ. ഇവന്റെ കഴുത്തഴിയട്ടെ. ഒന്ന് തടക്കാൻ പറഞ്ഞേ. നീ ചൂടാവുന്ന കേട്ടോ. അനുമാനം ഞാൻ കൊന്ന് കഥ പറ്റുന്നു പറയടാ. അതൊന്ന് പറയടാ പുല്ലേ. നോക്കി ഒരു പെട ഞാൻ വെച്ച് തരും. കാര്യവിവരമുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതിയാ തന്നെയാണ് അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തന. ഇനി ഒരു നിമിഷം നിൽക്കരുത്, കടക്കപ്പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ. ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ. അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവനെ രോഹിന്റെ പിന്നാലെ മനസ്സ് നടത്ത് നടക്കുക കള്ള. ഞാനും കണ്ടിട്ടുണ്ട്. എടോ പറ്റേ മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങിപ്പോൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള്ള പാറ്റ ഇടാ ഇറങ്ങി പോവാൻ. ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയും അത് എനിക്ക് കഴിയില്ലേ? അത് ഞാൻ ഒറ്റ ഒറ്റ കണ്ണോടെ കണ്ണാത്തിന് പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്ന ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. താൻ പേടിക്കണ്ടോ നമ്മളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ലുകൾ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കാൻ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ ആനപ്പഴാ. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിള വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. സുരേഷ് മേനോന്റെ ആഫീസിൽ ബില്ല് മാറിയോന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ. പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറിനോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ചു തരണം. നോക്കട്ടെ. ജോലിന് ചുമ്മാ അവിടെ ഇവിടെ സംസാരം ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറിനോട് പറയണം. പറയാം. അത് മതി.
ഇറങ്ങി അടിച്ച് പോടാ. എന്താ 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 പോക്കത്രയും കളിച്ചോ ഇവിടെ വന്ന് പോക്കത്രയും കളിച്ചോ പോക്കത്രയും നാളെ വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു. മേനോൻ സാറിനെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ രോഹിണി കൂടെ ഒന്ന് ഉത്സാഹിക്കണം. കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ വരട്ടെ. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. വേണ്ട. അല്ല ഇത് എവിടുന്ന ഈ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളമല്ലേ കുട്ടി. കാശ് കൊടുത്താൽ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാന്നേ തോന്നുന്നു. മണി 5 ആകുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടിരിക്കാം. അവിടെ പോലെ എന്താണിത് കൊട്ടാരോ? സൂക്ഷിച്ചറിഞ്ഞോളിയ ശില്പിക്കണ്ട. കാല് രാത്രി സംസ്കാരമില്ല. വണ്ടി കൊണ്ട് മാറ്റിട്ടേക്ക്. എത്തിയല്ലോ. ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ ഇയാളാ? ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനോന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് വിട്ടല്ലേ ക്ലാർക്കന്മാരെ നടക്കുന്നത്. ശങ്കര എന്ത് ചെയ്തിട്ടില്ല സുരേഷ് മേനോൻ? ഇതല്ലോ അയാള്. അയാളെന്നെ ഇയാള്. പിന്നെന്താ? പക്ഷെ ഇയാള് വാലെ ബുക്ക് ചെയ്യാൻ വല നട. പിന്നെ കാര്യം എല്ലാവരും ഞാൻ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിളെ അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല ഇയാൾ ആര്? ഇയാള് സുരേഷ് മേനോന്റെ ഓഫീസിലോട് തല്ലിപ്പിളി കറക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. എത്ര പന്തായം വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. 100 രൂപ 100 രൂപ എടുക്ക. കൈയോടെ രണ്ട് കൈ ഇങ്ങോട്ട് വെക്ക്. കൈ വെച്ചു അടിച്ചു നിക്കട്ടെ. അല്ല അതെ ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. താമസിക്കല്ലേ? പിന്നൊരു കാര്യം, എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ? തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കൂട്ടുപോയി ഉറച്ചു വിളമ്പരുത്. നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ. മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറയ്ക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേഗം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്തരം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം.
അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാൻ എന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. ചോദിച്ചത് ഇരട്ടിയുണ്ട്. അതോ 1 ലക്ഷോ? ഞാൻ പാർട്ണറായിരിക്കുന്നു. നാളെ കാലത്ത് മാറിക്കൊള്ളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. വരട്ടെ ചെക്ക് പോട്ടെ. പട്ടി അങ്ങനെ നിങ്ങൾ കുട്ടി പറയുന്നത് ഇന്ന് വൈകിട്ട് ബാല ഇറങ്ങാറേണ്ടതാ. 10,000 രൂപ ടിക്കറ്റും കിട്ടി കഴിഞ്ഞു. ഞാൻ പറയുന്ന സത്യം. ആ ചെക്ക് മാറില്ല. അയാള് സുരേഷ് മേനോനല്ല. സുരേഷ് മേനോനായിട്ട് അഭിനയിക്കായിരുന്നു. ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷ് എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങിയിട്ട് തന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ. മര്യാദക്കിനെ കാശണില്ലേ ഇന്ന് തന്നെ ഷവറക്ക ഇങ്ങനെ തിരിഞ്ഞോക്കോ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്പാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനാ മനസ്സിലായിട്ടില്ല. ആദ്യം ചെയ്യണമെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കളച്ചിക്കുന്നില്ലേ? നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അത് എവിടെ കഴിഞ്ഞ് കലവല 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 പറയില്ല. എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നായരോട്. ഈ നക്കിന്ന് പറഞ്ഞേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ, ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ചത് അവിടെ ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ ചെന്ന് മറ്റൊരു മറിച്ചും പറയുന്നത് എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, വല്ല ഓടിപ്പകലെ ശമ്പളം നടത്തിയാലോ അടിച്ചിന്റെ പൂട്ടല് വെക്ക് ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കലടാ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ. ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. എന്താ പാടുവാ ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് തീ പിടിക്കുക, പീടിക്ക്. അത് ഞാൻ പറഞ്ഞ സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടമോ? ആൾമാറാട്ടോ? ഞാനാണ് സുരേഷ് മേനോൻ. ഇങ്ങനെ പറഞ്ഞ ഇതിലേക്ക് കളത്തിൽ ഒപ്പിട്ട് വന്നത്. നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. നമുക്ക് അല്ലേ ആക്കിയതല്ലേ ആയതാ. നേരെ ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക്. ബാക്കി 20 രൂപയ്ക്ക് ആ വേനൽ തോന്നിക്കുന്ന സാധനം അതും തന്നേക്ക്. അത്രയ്ക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്കിത്തിരി വിഷം തന്നിട്ട് എല്ലാവരും എടുത്തോണ്ട് നോക്കൂ. നേരെ അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി?
ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കിട്ടുന്ന കിഴക്കമായിട്ട് കുരിലെടുത്ത് നടക്കില്ല. മര്യാദയ്ക്ക് കാശ് തന്നില്ലേ ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 എന്താണ് ചെക്ക് മാറിയ കാശ്. ഒരുത്തന്റെ സഹായം വേണ്ട. ആൾക്കാരോട് എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തനെ ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനന്തപുരം കാശിന്റെ കാര്യമൊക്കെ കേരളമല്ല. ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ. മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഒഴുകുകയുള്ളൂ. സാറ് എന്നോട് ക്ഷമിക്കണം. സാരല്ല. എന്താ സാർ, ഇന്നൊരു പാവമാണ് സാർ. ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത്. അഭിനയിച്ചെന്നു? കുട്ടി, ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ. ഓഹോ, അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ? സമസ്താപരാധം, എല്ലാ പാപങ്ങളും ക്ഷമിച്ച് കാത്തു രക്ഷിക്കണേ. അച്ഛനെ എന്തായി കാണിക്കുന്നത്? വിവരക്കേട് കൊണ്ടാ. കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ. മേനോ സാറിന് നമ്മൾ സമ്മതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം. വേണം വേണം. അതൊന്നും വേണ്ട, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ? അയ്യോ കൊള്ളാം, മാറിയോന്നോ? ശരി, ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ്. സത്യം.